നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം പരമാവധി ശിക്ഷ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിലേ അത് എന്റെ കുറ്റമല്ല, അത് പ്രകൃതി നിയമമാ. നീ കേട്ടിട്ടില്ലേ ന്യൂട്ടൺസ് തേർഡ് ലോ, എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന്? എന്തു ചെയ്താലും അത് അതേ ശക്തിയിൽ തന്നെ തിരിച്ചടിക്കുമെന്ന. ഏത് കർമ്മത്തിനും അതിന്റെ ഫലമുണ്ടാകുമെന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. നന്മ വിതയ്ക്കുന്നവൻ നന്മയും തിന്മ വിതയ്ക്കുന്നവൻ തിന്മയും കൊയ്യുമെന്ന് ബൈബിളിലുമുണ്ട്. നമുക്ക് കഴിക്കാനുള്ള ഓരോ ധാന്യമണിയിലും നമ്മുടെ പേരെഴുതി വച്ചിട്ടുണ്ടെന്ന് ഖുറാനിലും. നിനക്കിനി കുറച്ചു കാലത്തേക്ക് കഴിക്കാനുള്ള അരിമണിയൊക്കെ ജയിലിലാ വേവിക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. പ്ലീസ്. വിതയ്ക്കുന്നതിന്റെ കൂലി വരമ്പത്തല്ലെങ്കിലും എപ്പോഴെങ്കിലും കിട്ടാതെ ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനൊന്നും ഒരുത്തനെ കൊണ്ടും പറ്റില്ലടി. ആ ശിക്ഷ ഇത്തിരി വൈകിപ്പിക്കാമോന്ന് മാത്രമാ അമീർ അബ്ദുള്ള ശ്രമിച്ചു നോക്കിയത്. നിയമത്തിന്റെ പിടിയെന്നല്ലെങ്കിൽ സമയത്തിന്റെ പിടിയെന്ന് നിനക്കത് കിട്ടും. അതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ അമീറിനൊന്നല്ല അള്ളാഹുവിന് പോലും കഴിയില്ല. അനുഭവിച്ചോ, ധാരാളമായി അനുഭവിച്ചോ. ആ പിന്നെ തന്നോട് ഇവളെന്തോ പുളിങ്കുരു എണ്ണി വാങ്ങിച്ച കഥയൊക്കെ പറഞ്ഞല്ലോ. ഇവളുടെ അച്ഛന്റെ പുളിങ്കുരുവൊക്കെ ഇന്ന് തന്നെ തന്റെ അക്കൗണ്ടിൽ തിരികെ ക്രെഡിറ്റ് ആക്കുമെന്ന് പറഞ്ഞേക്ക് ഇവളോട്. ഒന്ന് പോടോ. എടി, നീ എന്തിനാടി അയാളെ കയറി ചൊറിയാൻ പോയത്? നമുക്കിനി അയാളെ കൊണ്ട് ആവശ്യമുള്ളതാ. കാള ചിറ്റപ്പ, നമുക്കെന്തിനാ ഈ വേസ്റ്റിനൊക്കെ? ഹാർട്ടി കൺഗ്രാറ്റ്സ് അർജുൻ. താങ്ക്സ് അമീർ. കോടതിയിൽ വാദിച്ചു മുന്നേറുമ്പോഴും എന്റെ ഉപബോധ മനസ്സ് എനിക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു, അർജുനാണ് ജയിക്കാൻ പോകുന്നതെന്ന്. കാരണം ഞാൻ തലച്ചോറ് കൊണ്ട് വാദിച്ചപ്പോ അർജുൻ ഹൃദയം കൊണ്ടാണ് വാദിച്ചത്. ഓക്കെ, ജയിച്ചു അല്ലേ? അങ്ങനെ വേണമല്ലോ. ആ, പടം ഇവിടം കൊണ്ട് തീരട്ടെ എന്നാണ് എന്റെ ആശംസ. സുസ്മിതയെ കൊണ്ട് ഇനി നിങ്ങൾക്കൊരു ശല്യം ഉണ്ടാകാതിരിക്കട്ടെ. ശരി. ആ, നിങ്ങളോട് നിൽക്കേ, ഞാൻ പോയി കോർട്ടോട് വാങ്ങിച്ചിട്ട് വരാം. ആ, ഇവിടെ ആ വില കഴിച്ചേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.